കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞുകേട്ട പേര് ദീപ്തി മേരി വർഗീസിന്റേതായിരുന്നു. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ നേതൃത്വം പതിയെ ദീപ്തി മേരി വർഗീസ് എന്ന പേരിനൊരു വെട്ടുവെട്ടി. പകരം വി.കെ. മിനിമോളും ഷൈനി മാത്യുവും മേയർ സ്ഥാനം പങ്കിടുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. KPCC പ്രസിഡന്റ് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ വി.കെ. മിനിമോളെ കൊച്ചി മേയറാക്കാൻ തീരുമാനിച്ചത്. ആദ്യ 2.5 വർഷം ടേം വി.കെ. മിനിമോളും രണ്ടാം ടേമിൽ ഷൈനി മാത്യുവും മേയറാകും. സമാനമായി ദീപക് ജോയ്, KVP കൃഷ്ണകുമാർ എന്നിവർ 2 ടേമുകളിലായി ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിടും. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്കും ഒടുവിലാണ് അഡ്വക്കേറ്റ് വി.കെ. മിനിമോളെ കൊച്ചി കോർപ്പറേഷൻ മേയറായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഒരു കോർപ്പറേഷനിൽ പോലും തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അതിനോടൊപ്പം സമുദായ സമ്മർദ്ദം കൂടിയായപ്പോൾ കോൺഗ്രസ് ശരിക്കും പെടുകയായിരുന്നു. ദീപ്തിയെ വെട്ടി AI ഗ്രൂപ്പുകൾ ചേർന്ന് വി.കെ. മിനിമോളെയും ഷൈനി മാത്യുവിനെയും മേയർ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയിൽ എത്തിച്ചു. ലത്തീൻ സഭാംഗങ്ങളായ ഇവരിൽ ഒരാളെ മേയറാക്കണമെന്ന് ലത്തീൻ സഭയും ആവശ്യപ്പെട്ടിരുന്നു. സഭയുടെ ആവശ്യം അവഗണിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പേടിച്ച് കോൺഗ്രസ് കീഴടങ്ങുകയായിരുന്നു. പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ യോഗത്തിന് ശേഷം കോർ കമ്മിറ്റി ചേർന്ന് മേയർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം എന്ന് DCC പ്രസിഡന്റ് പറഞ്ഞെങ്കിലും കോർ കമ്മിറ്റി ചേർന്നിട്ടില്ല. തിങ്കളാഴ്ച രാത്രി പ്രത്യേക പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. കൂടുതൽ പേരും മിനിമോളുടെയും ഷൈനിയുടെയും പേര് അഭിപ്രായപ്പെടുകയായിരുന്നു. ഇതൊരു ഏകാധിപത്യ തീരുമാനമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി ഉയർന്ന അഭിപ്രായ ഭിന്നതയിൽ കോൺഗ്രസ് ഉലയുകയാണ്. 2015-ൽ UDF അധികാരം നേടിയപ്പോഴും ലത്തീൻ സഭ സമാന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നത്. ടോണി ചമ്മണിയാണ് ഒടുവിൽ മേയറായ ലത്തീൻ സമുദായാംഗം. ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിന്റെ കാലാവധി 5 വർഷമാണ്. അതായത് 5 വർഷത്തേക്ക് 4 മേയർമാരാണ് കൊച്ചി കോർപ്പറേഷനിൽ മാത്രം കോൺഗ്രസിനുള്ളത്. ദീപ്തിയുടെ പേര് പാർട്ടി നേതൃത്വത്തിനിടയിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. മേയർ ആരായിരിക്കണമെന്ന് കോൺഗ്രസ് കൗൺസിലർമാരോട് അഭിപ്രായം തേടാൻ ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ച നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിൽ എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ദീപ്തിയെ വെട്ടി AI ഗ്രൂപ്പുകൾ ചേർന്ന് വി.കെ. മിനിമോളെയും ഷൈനി മാത്യുവിനെയും മേയർ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയിൽ എത്തിച്ചതിന്റെ മാനദണ്ഡം പോലും പല നേതാക്കൾക്കും വ്യക്തമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായി നിലപാടെടുക്കാനോ അർഹതപ്പെട്ടവർക്ക് സീറ്റ് നൽകാനോ കഴിയാത്ത കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എന്തൊക്കെയാകും കാണിച്ചുകൂട്ടുക എന്നതാണ് കാണേണ്ടിയിരിക്കുന്നത്.